തുടങ്ങാം അല്ലേ? എത്ര പഠിക്കണേ? അഞ്ചിലാണോ? ഈ കലോത്സവത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രാക്ടീസ് അത്രേ ഉള്ളൂ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ സംഗീതമായിട്ട് മുന്നോട്ട് പോകണം. എന്നെ പോലെ വലിയ വിദ്വാനാവാനുള്ള പരിപാടി ഇല്ല. ഉണ്ടോ? ഉണ്ടോ? അച്ഛൻ വന്നു കേട്ടു. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു. ഇവിടെ രാവിലെ തുടങ്ങാം അല്ലേ? അപ്പൊ ഇത് നമ്മൾ എല്ലാത്തിനും താളങ്ങളാണ്. താളം നമ്മൾ നടക്കാൻ താളം, ഇരിക്കാൻ താളം. ഫാൻ ഇട്ടാൽ തന്നെ ഫാന് കറങ്ങുന്നത് എങ്ങനെ പറഞ്ഞത്? ഫാൻ എങ്ങനെ കറങ്ങുക? ഫാൻ ഇങ്ങനെ കറങ്ങോ? ഇല്ല. അപ്പൊ ഇങ്ങനെ കറങ്ങുന്നു, അതും താളമാണ്. നമ്മൾ നടക്കുന്നത് ഇങ്ങനെ നടക്കുവോ? ഇല്ല. അപ്പൊ എന്താണ്? ഒക്കെ താളം. എന്താ താളം? താളം എന്താണ്? ഇങ്ങനെ അടിച്ച് 1 2 3 അടിച്ച് 1 2 3. ഇങ്ങോട്ട് നോക്കൂ. ഇത് കർക്കടക സ്വഭാവം അങ്ങനെ ഇങ്ങോട്ട് നോക്കൂ. 1 2 3. അതാണ്. കണ്ടോ? തിന്നല്ല, ദിന്ന ദിന്ന ദി വഴിവാക്ക്. ഇവിടെ പറഞ്ഞു നിന്നോടെ നോക്കണ്ട. ഇവിടെ കറക്റ്റ് നോക്കി കേട്ടോ. ഞാനത് ഇപ്പൊ ഏറ്റു പാടണം. ഞാൻ പറയുമ്പോ അങ്ങനെ ഏറ്റു പാടിയാൽ മതി കേട്ടോ. ഏറ്റവും പാടരുത്. പാടിക്ക്. ഇത് പേടിയാവൂല കട്ടുണ്ടാല്. എന്താ താൻ ചിരിക്കണം? ചിരിക്കാതെ ഇരിക്കൂ. അച്ഛനെ വിളിക്കണോ? എന്നാ പിന്നെ പേടിയൊന്നും മിണ്ടാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞാൽ പഠിക്കുക. നീ എന്താ കാണിക്കണേ? പഠിക്കുമ്പ ഇത് അത് പറ്റില്ല. അതല്ല ദാരിദ്ര്യം. ഇത്ര വിവരമില്ലാത്ത കുച്ചൊക്കെ ഞാൻ ആദ്യത്തെ പഠിപ്പിക്കണം. ഓരോ ബന്ധുക്കാരെ വന്നിരിക്കണം. ഈ കലോത്സവം നടന്നിട്ട് പരിപാടിക്ക് പങ്കെടുക്കണമെന്നുണ്ടോ? ഉണ്ടോ? അത് പിന്നെ ആകാശത്ത് പൊട്ടി വീഴില്ല. സംഗീതം അഭ്യസിക്കണം. ഞാനത് അങ്ങനെ ആകാശത്ത് പൊട്ടി വീണതല്ല. മനസ്സിലായില്ലേ? ആർക്കോട്ടെ എന്ത് നല്ലപോലെ ഇരുന്ന് പഠിക്കണോ? സമയം ഉണ്ടായിട്ടല്ലേ വന്നത്. മനസ്സിലായില്ലേ? നീ ചിരിക്കോ? എന്താ കുട്ടികളെ എന്താ പഠിക്കണോ നിനക്ക്? ഷീബു മോളെ, എന്താ കാട്ടണ്? പണിയിലപ്പ വരട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. തണുത്തോളം എടുത്തോട്ടാ. ഞാൻ വെയിലുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ചൂട്. ഇതിപ്പോ ഗൾഫിനെക്കാട്ടിയും വലിയ ചൂടായല്ലോ ഇവിടെ. ഗ്യാസിന്റെ മണം വരുന്നുണ്ടല്ലോ. ഈ ഗ്യാസ് ഓഫ് ആക്കിയില്ലേ? എന്തത്? ഇവിടെ ഇരുന്നാലും അടുത്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ മണത്ത് കണ്ടുപിടിക്കും. ഞാൻ മണത്ത് കണ്ടുപിടിക്കാൻ കളന്ന പോലീസ് പട്ടിയോ? ഇത് തണുപ്പ് കുറവാണ്. അതുപോലെ മതി. തൊണ്ടയ്ക്ക് വെയിൽ കൊണ്ടിട്ട് വെയിലുള്ള ഞാൻ ആ ചെക്കന്മാര് കബഡി കളിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി പോയതാ. നല്ല പ്രായത്തിന്റെ എല്ലാം. അനക്ക് പ്രവാസികളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടത്തെ കബഡി കളി, ഇവിടത്തെ കുട്ടിയും കളി, ഇവിടത്തെ പുഴ, ഇവിടത്തെ കുളം, ചാടിക്കുളി, ഇതൊന്നേ കണ്ടാൽ ഇത് അവിടെ പോയിട്ട് ആസ്വദിച്ചിട്ടിരിക്ക. അവിടുത്തെ ആ ഒരു ലക്ഷറി ലൈഫ് ഇവിടെയും കിട്ടില്ല. എന്താ ഉച്ചക്ക് എന്താ കറി? എന്താ? സാമ്പാറ്. സാമ്പാർ ഞാൻ വന്ന അന്ന് മുതൽ സാമ്പാറല്ലേ. മിനിയാന്ന് മോര് കറി അല്ലായിരുന്നു? അതിന്റെ മുമ്പത്തെ ദിവസം മീൻ കറി അല്ലായിരുന്നു? എനിക്ക് എന്താന്ന് അറിയില്ല. ഉണക്കമീൻ കൂട്ടാൻ തോന്നുന്നു. ഉണക്കമീൻ തിന്നാൻ തോന്നുന്നു. മുള്ളനൊക്കെ വാങ്ങിയിട്ട് പൊരിച്ചിട്ട് ഇങ്ങനെ. ഞങ്ങൾ എന്നാ പോകുമ്പോ പറയാറില്ല. ഞാൻ വെള്ളത്തിലിട്ട് അത് ചെയ്തു തന്നെ. പണ്ടെന്താ കാര്യം? മുള്ളം പൊരിക്കാൻ 2 മണിക്കൂറൊന്നും വേണ്ട. ഒന്ന് പോയിട്ടൊന്നും ഉണ്ടാക്കിയ മുള്ളം പൊരിക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. സ്പെഷ്യൽ മസാല എന്റെ വക. നിങ്ങൾ പോണതിന് മുന്നേ വെള്ളം എടുത്തരുന്നില്ലേ എന്റെ അപ്പുറത്തൂടാൻ? അപ്പൊ ഈ 3 അത് കാര്യം ചെയ്യാം. ഈ 3 കൂടി ഒരുക്കി തൂക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്നിടാ. തമാശ പറഞ്ഞതാ? എന്നാ വേണ്ടേട്ടാ. അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുതരാം നമ്മള് പറഞ്ഞതാ. അതൊക്കെ ഞാൻ ചില നേരത്തെ. ഇതില് 2 കണ്ണിയും വെക്കണം. ഇതിലൊരു പവൻ തികയില്ല. അപ്പൊ 2 കണ്ണി വെക്കണം. അതിനെന്താ ഒരു നൂല് കെട്ടിയിരിക്കണ്? അത് ഞാൻ നാളെ പനിച്ചിട്ട്. അതല്ല പനിയുടെ നൂലല്ല, മറ്റേ ആ സ്വർണത്തിന്റെ മുകളിൽ എന്തൊരു നൂല്? ആ തൈമ വന്നതാ. ചെക്കനവിടെ?
ആ ഭാഗവതിരി വരികയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിണ്ടായിരുന്നു ചാടി തോളിട്ട്. കലോത്സവല്ലേ വരാൻ പോണത്. ഇനിയിപ്പോ അതിനൊരു സംഖ്യ വേണ്ടേ? ആ എത്ര ഉറുപ്പ്യ വേണ്ടി വരും? ആരും പണ്ടില്ല അങ്ങനത്തെ സ്കൂളിൽ പോയി ചേർത്താനേ, എല്ലാത്തിനും കാശാ. അല്ല സ്കൂളിൽ ചേർക്കലല്ല, ഈ ഐറ്റംസിനൊക്കെ എത്ര പൈസ കൂടുതൽ വാങ്ങണ്ട ആൾക്കാർ? 4500. എന്താ അവിടെ നിന്ന് ഒരു സൗണ്ട് കേൾക്കണ്? ആ ഭാഗവതര പോത്ത ആടാ, ആടിന്റെ സൗണ്ട് പോലെ. ആ ഭാഗവതരുടെ സൗണ്ട് അല്ലേ? ഒന്ന് പോയി നോക്കാം. ഇത് അയാൾക്ക് പാടാൻ അറിയില്ലേ? അയാളെങ്ങനെ തന്നെ പാടുക ഇഷ്ടം. ഭാഗവതരന്നെ ഒന്നും നിശയില്ലാത്ത ആളെ കൊണ്ടാ പാടിക്കണം. എന്ത് പാട്ടാണിത്? എന്താണത്? ഇത് പൊന്നേട്ടാ എനിക്കറിയില്ല. പാട്ടനാണ് ഇത് പാട്ടല്ല. ഇത് കുട്ടീനെ നിലവിളിക്കാൻ പഠിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. ആ ചെക്കനെ കേട് വരുത്തുട്ടാ. നിങ്ങൾ പോയിട്ട് പറയുന്ന എന്താണിത്? എന്തത്? നീ എന്താ ഈ അനർന്ന കേട്ടോ? ഈ തണുപ്പിലെ വെള്ളത്തിൽ ഐസിൽ നിൽക്കണം എന്ന് വിറക്കണത്. ഇതെന്തത്? അങ്ങനെ ഇറങ്ങി ഒരു സ്ഥലം കണ്ടോ? പഠിക്കേ പരിപാടിയല്ലേ എനിക്ക്? അവിടെ നിനക്ക് മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടോ? ഇല്ല, ഞാൻ പോണു പുലിക്കോട്ടില്ല. അങ്ങനെ വന്നിട്ടേ നമസ്കരിക്കൂ. പണ്ടാരടക്കല് ചെമ്പിനെന്ന് കണ്ടിറങ്ങിയാണ് അവര് കണ്ടിറങ്ങിയത്. വേണ്ടെങ്കിൽ വേണ്ട, ഇരിക്കട്ടെ പോവാ. കൈക്കോട്ട് പണിക്ക് പോവാന്നല്ലേ.